ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ജെഎസിന്റെ ട്യൂട്ടോറിയൽ സെക്ഷൻ ആണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നോ. സോ റിയാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നോട്ട് ജെ എസ് ആണ്. സോ നോട്ട് ജെ എസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെർവർ സൈഡ് റെൻഡറിങ്ങും അതുപോലെ നമുക്ക് എ പി ഐ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ജെ എസ് വേണം. സോ ഫസ്റ്റ് നമുക്ക് നോട്ട് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ നോട്ട് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നിങ്ങൾ നോട്ട് ജെ എസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം. So, ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എൽ ടി എസ് വെർഷൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എൽ ടി എസ് എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അതുപോലെ കറണ്ട്, അതായത് ഫുൾ ഫീച്ചേഴ്സ് കാണും, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് വരെ കാണും. So, ഇതിലെ ഏതെങ്കിലും ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാതെ വേറൊരു രീതി എന്ന് പറയുന്നത് NVM എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂൾ ഉണ്ട്. അതായത് നോഡ് വെർഷൻ മാനേജർ. ഇതാണ് സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്നത്. നോഡ് വെർഷൻ മാനേജർ ആണ് കുറച്ചുകൂടി യൂസ്ഫുൾ. നമ്മൾ നോഡ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോഡ് ഓരോ വെർഷൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. സോ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിന്റെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇതിങ്ങനെ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിൾ വേ എന്ന് പറയുന്നത് നമുക്ക് NVM വെച്ച് യൂസ് ചെയ്യാം. സോ NVM ഞാൻ ഇവരുടെ സൈറ്റ് ഉണ്ട്, ഒരു ജിറ്റ്ഹബിലെ സൈറ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ NVM നമുക്ക് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന് നമുക്ക് ഇവിടെ NVM setup.exe ഉണ്ട്. ഇവരുടെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞത് 1.1.12 ആണ്. സോ നിങ്ങൾക്ക് സിപ്പ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ EXE ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സോ ഈ EXE ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റിലേക്ക് എടുക്കുക. ഓക്കെ, സോ കമാൻഡ് പ്രോംപ്റ്റിൽ പോകുമ്പോൾ നമ്മൾ NVM എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ NVM ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ വെർഷൻസ് കാണും. സോ ഇത് കുറെ കമാൻഡ്സ് ആണ്. NVM കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ കമാൻഡ് കൊടുക്കണം. സോ നമ്മൾ നോട്ട് ജെ എസിന്റെ ലേറ്റസ്റ്റ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ NVM സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് കഴിഞ്ഞിട്ട് വെർഷൻ, ഏത് വെർഷൻ ആണെന്ന്. പക്ഷെ നമുക്ക് ലേറ്റസ്റ്റ് വെർഷൻ അറിയില്ലെങ്കിൽ NVM സ്പേസ് കഴിഞ്ഞ് ഇൻസ്റ്റാൾ സ്പേസ് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ ഈ ഒരു കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് നോട്ട് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇത് ഡൗൺലോഡിങ് നോട്ട് ജെ എസ് വെർഷൻ, എക്സ്ട്രാക്ടിങ് നോഡ് ആൻഡ് എനിക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ ഇതാണ് കുറച്ചുകൂടി എളുപ്പ വഴി. നമുക്ക് നോട്ട് ജെ എസിൽ പോയിട്ട് സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് NVM വെച്ചിട്ട് നമുക്ക് ഏത് പാക്കേജ്, ഏത് നോട്ട് ജെ എസിന്റെ ഏത് വെർഷൻ ആണ് വേണ്ടത് നമുക്ക് ഇവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കും. സോ ഇവിടെ നമ്മൾ ലേറ്റസ്റ്റ് ആണ് കൊടുത്തത്. സോ ലേറ്റസ്റ്റ് കൊടുക്കുമ്പോൾ 21.6.2 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് NVM യൂസ് 21.6.2. ഓക്കെ, NVM സ്പേസ് യൂസ് കഴിഞ്ഞിട്ട് ഏത് വെർഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അത് വെച്ച് കൊടുക്കാം. ഇപ്പൊ കമാൻഡിൽ നൗ യൂസിങ് നോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റിയാക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ റിയാക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ NPM, ഓക്കെ, നോട്ട് ജെ എസിന്റെ ഒരു കമാൻഡ് ആണ് NPM. സോ NPM സ്പേസ് കഴിഞ്ഞിട്ട് ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ആണ്, ഇൻസ്റ്റാളിന്റെ ഷോർട്ട് ഫോം ആണ്. അത് കഴിഞ്ഞിട്ട് -G എന്ന് പറയുന്നത് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. ക്രിയേറ്റ് റിയാക്ട് ആപ്പ്. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ റിയാക്ട് ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിയും. ഓക്കെ, സോ ഇതാണ് നമുക്ക് നോട്ട് ജെ എസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി. ഇനി അടുത്ത നമുക്ക് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്ന NPX. ഓക്കെ, NPX ആക്ച്വലി എന്ന് പറയുന്നത് റിയാക്ടിന്റെ ഒരു കമാൻഡ് ആണ്. NPX കഴിഞ്ഞിട്ട് ക്രിയേറ്റ് റിയാക്ട് ആപ്പ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൈ റിയാക്ട് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ നെയിം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇത് നോക്കാം. എന്റെ പ്രോജക്റ്റിന്റെ പാത്ത് എടുക്കാം. പ്രോജക്ട്സിനകത്ത് ഞാനിവിടെ എന്ത് ചെയ്യും, ഞാനിവിടെ പുതിയൊരു റിയാക്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും.
മൈ റിയാക്ട് ആപ്പ് മാറ്റിയിട്ട് ഞാനിത് റിയാക്ട് ട്യൂട്ടോറിയൽ. ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞു ക്രിയേറ്റ് ആയിട്ടുണ്ട്. മോഡിഫൈ നോക്കുകയാണെങ്കിൽ റിയാക്ട് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാക്കേജസും അതുപോലെ തന്നെ കുറെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ നമ്മുടെ റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫോൾഡറാണ് വന്ന് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ വിഷ്വൽ സ്റ്റുഡിയോയിലേക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ വിത്ത് കോഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിയാക്ട് പ്രോജക്റ്റിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് റിയാക്ട് പ്രോജക്റ്റിന്റെ ഒരു ഹാർട്ട് എന്ന് പറയാം. കാരണം നമുക്ക് ലൈബ്രറീസും അതുപോലെ തന്നെ നോഡിന്റെ കുറച്ച് പാക്കേജസ് ഒക്കെ എല്ലാം നമ്മുടെ ഈ നോഡ് മൊഡ്യൂൾസിനകത്തായിരിക്കും ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് കുറെ ഡീഫോൾട്ട് ലൈബ്രറീസ് കാണും, അതുപോലെ തന്നെ പ്ലഗിൻസ് കുറച്ച് കാണും. പബ്ലിക് എന്ന് പറയുന്നത് പബ്ലിക്കിന് കുറെ ഇമേജ് ഫയൽസും അതുപോലെ index.html ആണ് നമ്മുടെ ആകെ ഒരു ഒറ്റ HTML റിയാക്ടിനകത്ത്. കാരണം ഇവിടെ നമ്മൾ വെർച്വൽ ഡോം ആണ് റിയാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ നമ്മൾ HTMLന്റെ കോഡ്, അതായത് HTMLന്റെ കോഡ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് രീതിയിലായിരിക്കും എഴുതുന്നത്. SRCയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ app.js ആണ് അതിന്റെ കോമൺ ആയിട്ടുള്ള JS, അതിന്റെ CSSും എല്ലാം index.cs എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ റൺ ചെയ്യണം. സോ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് npm start. npm start കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതെല്ലാം കൊടുക്കുക. സെർവർ ഓപ്പൺ ചെയ്യും. സോ ലോക്കൽ സെർവർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് 3000 എന്നാണ്. സോ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഹോം പേജ് ആയിരിക്കും നമുക്ക് കാണിച്ചത്. സോ ഇതാണ് റിയാക്ടിന്റെ ഡീഫോൾട്ട് പേജ്. ഇങ്ങനെയാണ് നമ്മൾ റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എഡിറ്റ് src app.js ആൻഡ് സേവ് ടു റീലോഡ്. നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ഇപ്പോൾ app.jsനകത്ത് ഫോർ ടെസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൺട്രോൾ സേവ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പേജ് അങ്ങ് റീഫ്രഷ് ചെയ്ത് നമ്മളെ ചേഞ്ചസ് ഒക്കെ കാണിക്കും. സോ ഇതാണ് ഡീഫോൾട്ട് റിയാക്ട് പ്രോജക്റ്റ് പറയുന്നത്. ഇനി അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ, ഇത് ആക്ച്വലി ഡീഫോൾട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ JS ആയിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ JS ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഞാൻ റിയാക്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്താണ് ടൈപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് അതിന് ടൈപ്പ് സ്ക്രിപ്റ്റ് വളരെ യൂസ്ഫുൾ. ടൈപ്പ് സ്ക്രിപ്റ്റ് ഈസ് വേ യൂസ്ഫുൾ ദാൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ റിയാക്ട് ഇനി അടുത്ത ഞാൻ ടൈപ്പ് സ്ക്രിപ്റ്റ് രീതിയിൽ ചെയ്ത് കാണിച്ചത്. സോ ആ ടൈപ്പ് സ്ക്രിപ്റ്റ് വഴിയായിരിക്കും ഞാൻ ഇനി മൊത്തം സെക്ഷൻ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് നമ്മുടെ ഡീഫോൾട്ട് JS ഒക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് സ്ക്രിപ്റ്റ് രീതിയിലായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എങ്ങനെയാണ് നമുക്ക് Node.js ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എങ്ങനെ നമുക്ക് റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം.